ശബരിമല സ്വർണ്ണക്കൊള്ള രാജ്യാന്തര വിഗ്രഹക്കടത്തിന്റെ ഭാഗമാണോ എന്ന ഗുരുതര സംശയമാണ് ഹൈക്കോടതി ഇന്ന് പ്രകടിപ്പിച്ചത്. കുപ്രസിദ്ധനായ രാജ്യാന്തര കള്ളക്കടത്തുകാരൻ സുഭാഷ് കപൂറിന്റെ പദ്ധതികളുമായി സാമ്യമുണ്ടെന്നാണ് കരുതുന്നത്. വിജയമല്യ നൽകിയ വാതിൽപ്പാളി കടത്തിയു എന്നതിലും കോടതിക്ക് സംശയമുണ്ട്. നിലവിലെ ദേവസ്വം ബോർഡിനെതിരെയും വലിയ വിമർശനങ്ങൾ കോടതിയുടെ ഭാഗത്തു നിന്നുണ്ടായി. എന്നാൽ ഏത് അന്വേഷണത്തെയും സ്വാഗതം ചെയ്യുന്നുവെന്ന് ബോർഡ് പ്രസിഡന്റ് PS പ്രശാന്ത് പറഞ്ഞു. 98 മുതൽ 2025 വരെയുള്ള ഇതുമായി ബന്ധപ്പെട്ട എല്ലാ ബോർഡുകളുടെയും ബോർഡുകളെയും ഉൾപ്പെടുത്തി അന്വേഷണ പരിധിയിൽ വരുത്തണമെന്ന് തന്നെയാണ് ഞങ്ങൾ അന്നത്തെ നിലപാട്, ഇന്നത്തെ നിലപാട്. പക്ഷേ ഞങ്ങൾ അങ്ങനെ ഒരു നിലപാടെടുക്കാൻ ഞങ്ങൾക്ക് ഒരു ബോധ്യം എന്ന് പറയുന്നത് കൃത്യമായും സുതാര്യമായും കാര്യങ്ങൾ നടത്തി എന്നുള്ള ബോധ്യം ഞങ്ങൾക്കുള്ളതുകൊണ്ടാണ്. അല്ല, മിനിസ്റ്റർ അത് ഓർഡർ വരട്ടെ, നമുക്ക് നോക്കാം. എന്താണ് നമുക്ക് നിങ്ങൾ പറഞ്ഞുള്ള അറിവല്ലേ ഉള്ളൂ, നമുക്ക് നോക്കാം. എന്തായാലും ആ ജഡ്ജ്മെന്റും വന്നിട്ടില്ല. എന്തായാലും മിനിറ്റ്സുമായി ബന്ധപ്പെട്ട് ഉത്തരവുകൾ ഇറക്കിയതിൽ, ബോർഡിന്റെ ഉത്തരവുകൾ ഇറക്കിയതിൽ ഒരു അവ്യക്തതയുമില്ല. അത് മിനിറ്റ്സുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ നമുക്ക് നോക്കാം. അത് നമുക്കിപ്പം TV പ്രസാദ് ഉണ്ട്. TV പ്രസാദ്, രാജ്യം കടന്ന കൊള്ളയുടെ വാർത്തയാണോ നമ്മൾ കേൾക്കുന്നത്? കോടതിയുടെ സംശയങ്ങളൊക്കെ വളരെ പ്രധാനപ്പെട്ടതാണ്. കൊള്ളയുടെ ആഴം പുറത്തു വരികയാണോ TV പ്രസാദ്? അരുൺ, ഇടക്കാല റിപ്പോർട്ട് ഇന്ന് പ്രത്യേക അന്വേഷണ സംഘം ഹൈക്കോടതിയിൽ സമർപ്പിച്ചതോടുകൂടി അന്വേഷണത്തിൻ്റെ ഗതി തന്നെ മാറുകയാണ് എന്നുള്ളതാണ്. ഹൈക്കോടതിയുടെ ഇന്നത്തെ നിരീക്ഷണങ്ങൾ ഏറെ പ്രധാനപ്പെട്ടതാണ്. നേരത്തെ നമ്മൾ 2018-19 തുടങ്ങിയ കാലയളവിലെ ഭരണസമിതിയെയും ആ സമയത്തെ ഉദ്യോഗസ്ഥരെയും കുറിച്ചാണ് സംസാരിച്ചിരുന്നതെങ്കിൽ ഇന്നിപ്പോഴിതാ 2025 നിലവിലുള്ള ഭരണസമിതിയെക്കുറിച്ചും സംശയം പ്രകടിപ്പിക്കുന്നു കോടതി എന്നുള്ളതാണ്. എന്തുകൊണ്ടാണ് കൃത്യമായി മിനിറ്റ്സ് രേഖപ്പെടുത്താത്തത് എന്ന് കോടതി ചോദിക്കുന്നു. നേരത്തെ റിപ്പോർട്ടർ പുറത്തു കൊണ്ടുവന്ന വാർത്തയുണ്ടായിരുന്നു. അരുൺ, ശ്രീകോവിലിൻ്റെ വാതിലാണ് ഇതെല്ലാം തുടങ്ങിയത്, അതിലാണ് ദുരൂഹത ഉണ്ടായത് എന്ന ഞങ്ങളുടെ വാർത്ത. ആ വാർത്ത യഥാർത്ഥത്തിൽ ഇന്നിപ്പോൾ ഹൈക്കോടതി ആവർത്തിക്കുകയാണ്. ആ വാതിൽ എവിടെ പോയി? ആ വാതിലിലും ക്രമക്കേടുണ്ടായിട്ടുണ്ട് എന്നാണ് ഹൈക്കോടതി പറയുന്നത്. മാത്രമല്ല, ഇതിൽ ആഗോള തലത്തിലുള്ള വിഗ്രഹ കടത്ത് സംഘവുമായി ബന്ധമുണ്ടോ തുടങ്ങിയ പരാമർശങ്ങളും കോടതിയുടെ ഭാഗത്തു നിന്നുണ്ടായത് വളരെ ശ്രദ്ധേയമായ ഒരു കാര്യം തന്നെയാണ്. തോന്നുന്നത് പോലെ പോറ്റിയും സംഘവും വന്ന് ശബരിമലയിൽ വന്ന് അളവെടുത്ത് പോവുക, മോൾഡ് നിർമ്മിക്കുക, അത്തരം കാര്യങ്ങളാണ് ഹൈക്കോടതിയെ ഇങ്ങനെ ചിന്തിപ്പിക്കാനുള്ള കാരണം. എന്തായാലും ഇന്നത്തെ ഹൈക്കോടതിയുടെ നിരീക്ഷണങ്ങളോടെ, ഇടപെടലുകളോടെ പ്രത്യേക അന്വേഷണ സംഘത്തിന് കൂടുതൽ മുന്നോട്ട് പോകേണ്ട സാഹചര്യമാണ് ഉണ്ടായിട്ടുള്ളത്. അരുൺ, താങ്ക് യു TV പ്രസാദ്, താങ്ക് യു.